ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തിലുള്ള ചുളിവുകളൊക്കെ മാറാൻ പറ്റിയ അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നല്ല സൂപ്പർ ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നും ബ്രൈറ്റ് ആക്കുകയും ചെയ്യും, നമ്മുടെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കുകയും ചെയ്യും കേട്ടോ. അതുപോലത്തെ ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മെയിൻ താരം മുട്ടയുടെ വെള്ളയാണ്. പക്ഷെ മുട്ടയുടെ വെള്ളം മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ സംഭവങ്ങൾ ചേർക്കാറുണ്ട്. അതെന്താ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം ഞാനിതാ മുട്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാത്രമുണ്ട് കേട്ടോ. നമുക്കിതിന് മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ചെയ്യണം കേട്ടോ. കാരണം അന്നേരം നമ്മുടെ ചുളിവൊക്കെ നല്ലവണ്ണം കുറയുള്ളൂ. 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു ചുളിവുകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിവിടുന്നതുകൊണ്ടാണ് ചുളിവുകൾക്ക് നല്ലോണം കൂടുന്നത്. അപ്പോൾ നമുക്ക് ചുളിവ് കുറയ്ക്കാനുള്ള ഒരുപാട് ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. ഇത് മാത്രമല്ല, ഒരുപാട് പാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്തെങ്കിലാണ് എന്താ പറയുക, ചുളിവൊക്കെ കുറയുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്ക് ചുളിവ് കുറയാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ നിറമൊക്കെ നല്ല വണ്ണങ്ങ് വർദ്ധിക്കും കേട്ടോ. നിങ്ങളത് തേച്ച് നോക്കട്ടെ, ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് നോക്കാമെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമല്ലേ. അപ്പം ഞാൻ മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഇത് വലിയൊരു സ്പൂണില്ലേ, അതിൻ്റെ 1.5 സ്പൂൺ അളവാട്ടോ. വലിയ സ്പൂൺ അളവിൽ 1.5 സ്പൂൺ അളവ് അത്ര മതിയേ. ബാക്കി നമുക്ക് പൊരിച്ചില്ല, കളയൊന്നും വേണ്ട. അപ്പം നമ്മുടെ മുടിയിൽ തേക്കുന്നത് നല്ലതാണല്ലോ. മുടി വളരാനൊക്കെ ഈ മുട്ടയുടെ വെള്ളം നല്ലതാണ്. അതും ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നമ്മൾ മുട്ടയുടെ വെള്ള ചേർത്തുള്ള ഹെയർ പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല വണ്ണങ്ങ് വളരും. പ്രോട്ടീനല്ലേ. അപ്പോൾ മുട്ടയുടെ വെള്ള അകത്ത് കഴിക്കണം നല്ലതാണ്, മുടിയിൽ തേക്കണം നല്ലതാണ്, മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലത്തെ ഒരു മുട്ടയുടെ കുഞ്ഞു തോട് പോയിട്ടുണ്ടേ, കണ്ടില്ലേ, അതൊന്ന് എടുത്ത് കളഞ്ഞാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ വെള്ളയിലെ നന്നായിട്ട് അങ്ങ് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അത് ശല്യമാകും. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഓഫ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ പതപ്പിക്കാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പതപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പതച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതാ മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ തേക്കുമ്പോൾ കട്ടയായിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത് നേരത്തെ അങ്ങ് പതപ്പിച്ച് വെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനെന്താ സ്പൂണും കൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തോളൂ കേട്ടോ. ഈ കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടി, കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പതഞ്ഞിരിപ്പുണ്ട്. ഇനി നമുക്ക് ഓരോരോ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാവേ. പിന്നെ വേണ്ട സാധനമാണ് അലോവറ. നമ്മുടെ കറ്റാർവാഴയില്ലേ, നമ്മൾ ഇതുപോലത്തെ നോർമലായിട്ട് കിട്ടുന്ന ഈ കറ്റാർവാഴയാണ് ഏറ്റവും നമ്മുടെ മുഖത്തൊക്കെ നല്ലത് കേട്ടോ. ഇതില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഗുണമൊന്നും വേറെ തന്നെയാണ്. നമുക്ക് ഇത് തന്നെ വേണം കേട്ടോ. ഇതിപ്പോൾ ചിലർക്ക് അലർജി ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴയുടെ ആ ജെല്ലെടുത്താൽ മതി. അപ്പോൾ ഇത് നേരത്തെ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ സംഭവം കളയാൻ തോന്നിയില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് എൻ്റെ മുഖത്തുള്ള ആ ഒരു എന്താ പറയുക, മുഖത്ത് ആ കറുപ്പൊക്കെ കുറയാൻ എന്നെ സഹായിച്ച ഒരു സാധനമാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല്. ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഈ സാധനം. മുഖത്ത് ചുമ്മാ അങ്ങ് തേച്ച് കൊടുക്കുന്ന പോലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കളയേയില്ല കണ്ടോ. ഇതൊന്നും കളയാൻ എനിക്ക് തോന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ ചെറിയൊരു കഷ്ണം കറ്റാർവാഴയുടെ ജെല്ല് മാത്രം മതി. ഇത് നമ്മുടെ മുട്ടയുടെ വെള്ളയില്ലേ, ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇതും ഇതുപോലെ തന്നെ ജെല്ല് പോലെ അങ്ങ് ആക്കിയെടുക്കണം കേട്ടോ. അതുകൊണ്ടങ്ങ് ഇതുകൊണ്ടങ്ങ് ചിരണ്ടി അങ്ങ് ഇട്ടാൽ
നല്ല എന്താ പറയുക, നല്ല ടാന് പിടിച്ചതിൻ്റെ ഒരു മുഖം തന്നെയായിരുന്നു. നമ്മളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇച്ചിരി ഒരു മുഖത്തിനൊരു ഇച്ചിരി നിറമൊക്കെ വന്നത് ഈ കറ്റാർവാഴയുടെ ജെല്ല് ദിവസം ഞാൻ തേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ദിവസം ഈ കറ്റാർവാഴ ജെല്ല് രാത്രി കിടക്കാൻ നേരത്ത് തേക്കും കേട്ടോ. എന്നിട്ട് രാവിലെ ആകുമ്പോഴേ കഴുകി കളയുള്ളൂ. അത്രയ്ക്കും ഗുണം കൂടിയൊരു സാധനമാണ് ഈ കറ്റാർവാഴ ജെല്ല്. നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആകുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചേഞ്ച് ആകും. ഞാൻ എൻ്റെ മുഖത്തിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറ്റാർവാഴ ജെല്ലും മുട്ടയുടെ വെള്ളം ചേർത്തല്ലോ. നമുക്ക് നന്നായിട്ട് ഇതുകൊണ്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാതെ. നമുക്കറിയാം കറ്റാർവാഴ ജെല്ല് മിക്സ് ആകാൻ ഇച്ചിരി പാടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് തന്നെ, മുട്ടയുടെ വെള്ളയും കറ്റാർവാഴ ജെല്ലും രണ്ടും കറക്റ്റ് തന്നെയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ നല്ല പതപ്പിച്ചെടുക്കുവാണ് ഏറ്റവും നല്ലത്. ബീറ്ററൊക്കെ ഉണ്ടെങ്കിലേ പതപ്പിച്ചങ്ങ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് അങ്ങ് കിട്ടും കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, അവിടെ ഞാൻ സ്പൂൺ എടുത്തേക്കുന്നത്. ഇനി വേറെ സാധനമാണ് നമ്മൾ ചേർക്കാൻ പോണത്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനും കരുവാളിപ്പൊക്കെ മാറാനും ഒക്കെ ചുളിവുകളൊക്കെ കുറയാനൊക്കെ പറ്റിയ സൂപ്പർ സാധനമാണ്. കാറ്റത്ത് ഏതാണ്ടൊക്കെ പൊടികളൊക്കെ വീണു. സാധനമാണ് നമ്മുടെ ഗോതമ്പ് പൊടി കേട്ടോ. നമ്മുടെ എന്താ പറയുക, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയില്ലേ, അതാട്ടോ ഞാൻ എടുക്കണത്. നമുക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ മുഖത്തും കഴുത്തിനും വേണ്ട എത്ര പാക്ക് വേണോ അത്രയും മതി. ഇതാ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുവാണ്. ഇത് കട്ടയാവുക, നമ്മൾ മിക്സിങ്ങിലാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇച്ചിരി സമയം എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്യാനുണ്ട്. നമുക്കിനി വേറൊരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി വേറെ സാധനമാണ് ബ്രൂ കോഫിയും കൂടി ഞാനിതിലങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതേ ഒരു പാക്കറ്റിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അടിപൊളി റിസൾട്ട് തരുന്നതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കുക മാത്രമല്ല, നമ്മുടെ ചുളിവുകളാണ് നമുക്ക് മുഖ്യം. ചുളിവുകൾ കുറയ്ക്കുക എന്നുള്ളത്. ചുളിവുകൾ വന്നാൽ നമുക്ക് പ്രായമായി നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മുഖത്തല്ലേ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ എപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്നൊരു കാര്യമാണ് നെറ്റിയിൽ ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാക്കൽ. അയ്യോ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടെ ഞാനിങ്ങനെ ശ്രദ്ധിക്കും. നമ്മൾ അറിയാതെ പോലും നമ്മൾ അറിയാതെ നെറ്റ് ചുളിക്കൽ, പിരിക്ക് ഇങ്ങനെ കാണിക്കണല്ലേ, ഇങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ചുളിവുകൾ വരും. അപ്പോൾ ഞാനിപ്പം അങ്ങനെ നെറ്റിയൊന്നും പൊക്കാതെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ കണ്ടോ, നല്ല ചോക്ലേറ്റ് പാക്കായിട്ടുണ്ട്. അടിപൊളി പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ സ്പൂൺ മാറ്റിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം ഇച്ചിരി വീഡിയോ ഇച്ചിരി ലെങ്ത്തൊക്കെ ആവും കേട്ടോ. കാരണം ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെയാണ്. നമ്മളിത് 3 തവണയായിട്ട് നമ്മളിത് തേച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കൈകൊണ്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയുടെ വെള്ളം നമ്മൾ നേരത്തെ പതപ്പിച്ചെടുത്തില്ലേ, അതുകൊണ്ട് തന്നെ നോക്കിക്കേ കട്ടയായിട്ടൊന്നുമില്ല. അല്ലെങ്കിലോ ഇങ്ങനെ കട്ട പിടിച്ചോലെ ഇരിക്കില്ലേ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ഇരിക്കും. പിന്നെ ആദ്യം മുട്ടയുടെ വെള്ളം ചേർത്തപ്പോൾ പിന്നെ രണ്ടാമത് അലോവേറ ജെല്ല് ചേർത്തില്ലായിരുന്നു, അതെടുത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് പതപ്പിച്ചെടുത്തു. അതുകൊണ്ട് നമ്മുടെ പാക്ക് കട്ടയായിട്ടില്ല. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീം കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് ലൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മുഖത്ത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റൊക്കെ പാക്ക് റെസ്റ്റിനങ്ങ് വെക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാതെ. മുട്ടയുടെ വെള്ളയുടെ മണമൊന്നും ഇല്ല കേട്ടോ. ചില ആൾക്കാർക്ക് മുട്ടയുടെ വെള്ളയുടെ മണമൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ അത്രയൊന്നും പ്രശ്നമില്ല കേട്ടോ. മുട്ടയുടെ മഞ്ഞയ്ക്കാണ് സ്മെല്ലുള്ളത്, മുട്ടയുടെ വെള്ളയ്ക്ക് ഒരു സ്മെല്ലും ഇല്ല. ഇച്ചിരി സ്മെല്ല് ഉണ്ടായിരുന്ന കുഴപ്പം. നമ്മുടെ മുഖത്തിൽ ചുളിവൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക,
ഇച്ചിരി ഡ്രൈ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പം ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുമല്ലോ, അന്നേരം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഡ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയാൽ മതി. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പാക്ക് കിട്ടുക നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് ഞാൻ വേണ്ടിയതേ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള ഇച്ചിരി കൂടുതലങ്ങ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി ലൂസ് പോലെ കിട്ടുന്നേ ഉള്ളൂ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട്, അന്നേരം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് വീണ്ടും അങ്ങ് ഡ്രൈ ആയി വരുവാണ് കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിനകത്ത്. അപ്പം എൻ്റെ കഴുത്ത് തേക്കാനുള്ള ഇല്ല കേട്ടോ, ഞാൻ മുഖത്ത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളേ. ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. വേഗം തന്നെ ഡ്രൈ ആയിക്കോളും. കാരണം ഗോതമ്പ് പൊടിയൊക്കെ മുഖത്ത് തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിഞ്ഞ് മുറിയിക്കോളുവേ. ഇനി ഒന്നും സംസാരിക്കില്ല കേട്ടോ, എനിക്കിപ്പം സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ തേച്ചപ്പോൾ ഇച്ചിരി ഒരു നനവൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കഴുത്തൊക്കെ നല്ല ഡ്രൈ ആയിരുന്നുണ്ട്. അപ്പം നമുക്കിനി ഉണങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് കാണാതെ. നമ്മുടെ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴുകാം. ആദ്യം നമുക്ക് നനച്ച് കൊടുക്കാം കേട്ടോ. നല്ല കാറ്റാണ്, എടുത്ത് മറിയണ കാറ്റാണ്. ഷീറ്റ് ഇട്ടുകൊണ്ടേ ഷീറ്റിൻ്റെ ആ ഒരു ഒച്ചയുടെ കേൾക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. അപ്പം നല്ലവണ്ണം ചുളിവുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പാക്ക് ഇടുമ്പോണ്ടല്ലോ നല്ല വ്യത്യാസം അറിയാൻ പറ്റും. മുഖത്തുള്ള ചുളിവൊക്കെ നല്ലവണ്ണം കുറയും. പിന്നെ നല്ല ടൈറ്റാവും. നമ്മളിങ്ങനെ എന്താ പറയുക, മുഖമൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ലേ കഴുത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പാക്ക് സൂപ്പറായിരിക്കും കേട്ടോ. നല്ല ടൈറ്റനാവും. ഇങ്ങനെ മസാജ് ചെയ്ത് നമുക്കിങ്ങനെ തുടച്ചെടുത്താൽ മതി. നല്ല കാറ്റാണ്. അങ്ങ് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പട്ടിയിലല്ല തേച്ച് കൊടുത്തത്. അപ്പം ഇച്ചിരി തുടയ്ക്കാൻ ഇച്ചിരി താമസം ഉണ്ടാവുമേ. അപ്പം രോമമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പാക്കങ്ങ് തേക്കുമ്പോൾ നല്ല വലിഞ്ഞ് മുറുകണം. ഒന്നും പറയാൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ. നല്ലോണം വലിഞ്ഞങ്ങ് മുറുകുവേ. ടൈറ്റെന്ന് വെച്ചാൽ ഭയങ്കര അങ്ങ് ടൈറ്റായിട്ട് ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ തൂങ്ങിയിരിക്കുന്ന മുഖമൊക്കെ കഴുത്തൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുമേ. പിന്നെ നമുക്ക് മുഖം നല്ല ബ്രൈറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? അതിങ്ങനെ ഇങ്ങനെ തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ആ ഒരു ചേഞ്ച് നിങ്ങൾ നോക്കിക്കേ.
കണ്ടോ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് മുഖം. എനിക്ക് ശരിക്കും തുടയ്ക്കാൻ പറ്റിയില്ല. നന്നായിട്ടങ്ങ് മസാജ് ചെയ്തിട്ടോ, നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ. കഴുത്ത് തുടച്ചിട്ടുണ്ട്. ഇനി മുഖം കൂടെ ഒന്ന് തുടച്ച് മാറ്റട്ടെ. എനിക്ക് പിന്നെ കാറ്റാണോ ഫോണും കൊണ്ട് പോകുമെന്ന് അറിയത്തില്ല. നോക്കിക്കേ, തുടയ്ക്കുമ്പോൾ തന്നെ എന്ത് നല്ല മാറ്റം നോക്കിയേ മുഖത്ത് കാണണേ. ഞാൻ പോലെ മുഖമൊക്കെ നല്ല തിളക്കം വരുമെന്ന് കണ്ടോ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. അപ്പോൾ ഞാൻ ശരിക്കും കഴുകിയിട്ടില്ലേ, നിങ്ങൾ തുടച്ചങ്ങ് എടുത്തേ ഉള്ളൂ. ഇത് മുടിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. ഇനി വേറൊരു സംഭവം കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട്, അതും കൂടെ ഒന്ന് കാണണേ. നമുക്ക് നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ട് വരട്ടെ. മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലില്ലേ, അതെടുത്തിട്ട് നമുക്കൊന്ന് മുഖത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാവേ. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവില്ല കേട്ടോ, നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ പാക്കൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് മടിയുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ കറ്റാർവാഴയുടെ ഈ ഒരു ജെല്ല് മാത്രം മതി കേട്ടോ. അതെടുത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കം ഉണ്ടാവും, പാടൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ചെയ്ത് നോക്കണേ. അടിപൊളി ഒരു പാക്കാണിത്. നമ്മുടെ മുഖമൊക്കെ നല്ല ടൈറ്റ് ആവാനും മുഖം നല്ല ബ്രൈറ്റ് ആകാനും അടിപൊളി സൂപ്പർ പാക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഞാനിതാ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ മുഖത്തങ്ങ് തേച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഉണങ്ങി കഴിയുമ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നമ്മുടെ മുഖത്ത് വെച്ചിരുന്നാലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. നല്ല ഇങ്ങനെ കൂളായിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ മുഖമൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.